ശരീരഭാഗങ്ങളെ ഉത്തേജിപ്പിച്ച് മാനസികമായിട്ടും ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുത്തതിന് ശേഷം മാത്രമായിരിക്കണം വചനസുരതത്തിൽ ഏർപ്പെടേണ്ടത്. എങ്കിൽ മാത്രമേ പങ്കാളികൾക്ക് ഇരുവർക്കും ഇത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. വചനസുരതം പോലെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ 69 പൊസിഷനൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും വൃത്തി തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. പങ്കാളികൾ രണ്ടുപേരുടെയും ശരീരം നല്ല രീതിയിൽ വൃത്തിയുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ലൈംഗിക ഭാഗങ്ങൾ, അതേപോലെ വായുഭാഗം, ഇതെല്ലാം തന്നെ വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലൈംഗിക ബന്ധത്തിന് മുൻപും അതിനുശേഷവും വൃത്തിയാക്കേണ്ടത് തന്നെയാണ്. മദ്യപാനം, പുകവലി ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊക്കെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുക മാത്രമല്ല, പങ്കാളിക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക രീതിയോട് താല്പര്യക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. വചനസുരതം അതല്ലെങ്കിൽ ഓറൽ സെക്സ് ആണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് അതുവഴിയും ലൈംഗിക രോഗങ്ങൾ പിടിപെടാവുന്നതാണ്. അതുകൊണ്ട് ഓറൽ സെക്സ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഏത് രീതിയിലുള്ള ലൈംഗിക പ്രക്രിയ ആണെങ്കിലും അത് സ്വന്തം പങ്കാളിയോടൊപ്പം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരമാകുന്നതിനും ലൈംഗിക രോഗങ്ങൾ വരാതിരിക്കുന്നതിനുമെല്ലാം ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്.